ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ താല്പര്യമില്ലാത്ത നിന്റെ അമ്മായിമ്മയെ കൊണ്ട് പോലും നീയാണ് അവർക്ക് യോജിച്ച മരുമകളെന്ന് പറയിക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ അമ്മയുടെ മോളല്ലേ, അപ്പോ ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. മിടുക്കി. അവിടെ പിന്നെ അഞ്ചു എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് നേരം പോകുന്ന അറിയില്ല. അഷിക്ക് വീട്ടിൽ പോണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടോ പറയാനായിട്ട് ഒരു മടിയും വിചാരിക്കണ്ട. അവിടുത്തെ വീട്ടിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇവിടെയും പെരുമാറിയാ മതി. വീട്ടിലിന്ന് അമ്മാവന്റെ ആണ്ടുകർമ്മങ്ങൾ നടക്കുക. അഞ്ജുന്റെ അച്ഛന്റെ ആണോ? ആ അതെ. വിവാഹം കഴിഞ്ഞ ആദ്യമായി അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ചെല്ലാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞ്. അതാ ഞാൻ പോവാതിരുന്നെ. പിന്നെ പൃഥ്വിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞതാ, ഞാനാ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ്. സ്വന്തം വീട്ടിൽ പോവാൻ അങ്ങനെ നല്ല നേരമൊന്നും നോക്കേണ്ട കാര്യമില്ല. മനുഷ്യരെല്ലാരും ഒന്നിച്ചു കൂടാനും പരസ്പരം അടുപ്പിക്കാനും വേണ്ടിട്ടാ ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും ചടങ്ങുകളും നടത്തുന്നത് തന്നെ. അതിലങ്ങനെ നല്ലത് ചീത്താന്നൊന്നുമില്ല. എന്നാലും വേണ്ട ചേച്ചി, നാളെ അച്ഛനും അമ്മയും വിരുന്ന് വിളിക്കാൻ വരുന്നുണ്ടല്ലോ, അതിനുശേഷം പോവാം. പിന്നെ ഇനി മുതൽ ഇതല്ലേ എന്റെ വീട്, ഇനി ഇവിടെ തന്നെയല്ലേ ജീവിതാവസാനം വരെ ഞാൻ കഴിയേണ്ടത്. മിടുക്കി. ഇങ്ങനെ വേണം ചിന്തിക്കാൻ. പെൺകുട്ടികൾ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്നത് തന്നെയാ എനിക്കിഷ്ടം. പൃഥ്വി എവിടെ? അഷിതയ്ക്കൊരു കമ്പനി തരാൻ അവനോട് പറയാറുന്നില്ലേ? പൃഥ്വി എന്തോ അർജന്റ് ഫോൺ കോളില്ല. പിന്നെ അവിടെ നിന്ന് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോന്നെ. കുറച്ചു ദിവസത്തേക്ക് ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നാണല്ലോ. മോളെയും കൂട്ടി സിനിമയ്ക്കോ മറ്റോ പോവാൻ ഞാൻ പൃഥ്വിയോട് പറയാം. അതൊന്നും വേണ്ട ചേച്ചി, പൃഥ്വിയുടെ ജോലികൾ നടക്കട്ടെ. ഞാൻ വന്നത് കാരണം പൃഥ്വിയുടെ ഒരു കാര്യത്തിലും തടസ്സം ഉണ്ടാവരുതെന്ന എന്റെ ആഗ്രഹം. പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ വീട്ടിനുള്ളിൽ അടച്ചിടണമെന്നോ എപ്പോഴും അടിമയാക്കി കൊണ്ടു നടക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നോണ്ട് പരസ്പരം അകലെയല്ലാതെ അടുപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഷിയുടെ തോട്ട്സ് കറക്റ്റ് തന്നെയാ. ഒരു വിവാഹത്തിലൂടെ രണ്ടുപേരും ഒന്നിക്കുമ്പോ ആ ബന്ധം ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ പരസ്പരം റെസ്പെക്ട് ഉണ്ടായേ പറ്റൂ. അല്ലാതെ വരുന്നതൊക്കെ അധികം താമസിയാതെ തന്നെ വേർപെട്ടു പോവും. പിന്നെ മോക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ ഉണ്ടെങ്കിൽ പറയണം. കുറെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അഷിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ തുറന്നു പറയണം കേട്ടോ. പറയാം ചേച്ചി. ഇവിടെ വന്നിട്ട് എനിക്ക് എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതേ ഫീല് തന്നെയാ തോന്നുന്നത്. സത്യത്തിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലെ സാഹചര്യങ്ങളും രീതികളൊന്നും അല്ലല്ലോ ഇവിടെ. ഇവിടെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും അബദ്ധമാവൂന്നൊരു പേടി. പക്ഷേ ഇവിടെ വന്ന് എല്ലാരും എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെടുമ്പോ ആ ടെൻഷനൊക്കെ മാറി മൈൻഡ് ഒന്ന് ഫ്രീ ആയ പോലെ. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. ഇത് അഷിയുടെ വീടാ. പിന്നെ ചെറിയമ്മ ആളൊരു പാവാ. മനസ്സിലൊന്നും വെക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അതിപ്പോ എന്നോടായാലും അഷിയോടായാലും ആരോടായാലും. അതിലൊരു വിഷമവും തോന്നരുത്. അത് ചെറിയമ്മയുടെ ഒരു രീതിയാ. അതൊന്നും സാരമില്ല ചേച്ചി. പൃഥ്വിയുടെ അമ്മ ഇനി മുതൽ എന്റെ അമ്മയല്ലേ. എന്നെ വഴക്കു പറയാനും തിരുത്താനും ഒക്കെ എന്റെ അമ്മയെ പോലെ തന്നെ ആ അമ്മയ്ക്കും അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സാഹചര്യം വെച്ച് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ പൃഥ്വിക്ക് കിട്ടിയനെന്ന് അമ്മ ചിന്തിക്കുന്നതില് തെറ്റു പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാലും എനിക്ക് യാതൊരു പരാതിയില്ല. എന്നോട് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണ കോൺഫിഡൻസ് എനിക്കുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് വേണം കാണാൻ. എന്റെ സെലക്ഷൻ ഏതായാലും തെറ്റിയിട്ടില്ല. വാ മോളെ. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കിരണിനോട് പറഞ്ഞില്ലേ? ഇതെല്ലാം കേട്ടിട്ട് കിരൺ എന്താ തോന്നുന്നത്? മുത്തശ്ശി പറഞ്ഞതില് പകുതി വിവരങ്ങളല്ലേ ഉള്ളൂ. ബാക്കി കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ. പക്ഷേ അത് നമ്മളെങ്ങനെ കണ്ടെത്തും? താൻ ടെൻഷൻ ആവാതെ, അതൊക്കെ നമുക്ക് കണ്ടെത്താം. ഒന്നും അറിയാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയെങ്കിലൊക്കെ അറിയാവുന്ന അവസ്ഥയിൽ എത്തിയില്ലേ? കേട്ടെടുത്തോളം അപ്പച്ചിയമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു. അതിൽ നിന്ന് ഇന്ന് അമ്മയുടെ പേരിൽ എന്നെ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് എന്തെങ്കിലും വലിയൊരു കാരണം തന്നെ ഉണ്ടാവും. അത് കണ്ടെത്തിയാൽ മാത്രമേ
എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതെ, അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആരെങ്കിലും കണ്ടെത്താൻ പറ്റിയ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് ശരിയായ മാർഗം. ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയായിരിക്കണം. മുത്തശ്ശി നിർത്തിയ സ്ഥലത്തു നിന്നും ഈ കഥ ആർക്കെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ച നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന് ഉറപ്പിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ, വൈകാതെ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തും. അതിന് ജോർജ് സാറിന് നമ്മൾ ഈസി ആയിട്ട് സഹായിക്കാൻ പറ്റും. അതെ, ഉടനെ ജോർജ് സാറിനെ കാണണം. ഹലോ അമ്മേ. അഷി, നീ എന്ത് ചെയ്യാ? ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ എല്ലാരും എങ്ങനെയുണ്ട്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തൽക്കാലം ഇല്ല, പക്ഷേ ഇനി എങ്ങനെയാവൂന്ന് പറയാൻ പറ്റില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ? കല്യാണത്തിന്റെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ കിളവനും കിളവി ഇവിടെയും ചെറിയ ഏഷണി കൂട്ടുന്നുണ്ട്. മോളെ എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ആ തള്ള പൃഥ്വിയുടെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവര് പറയാ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ഇവിടെ കേറ്റണ്ടാന്ന്. അവിടെയുള്ളവരാരും ഇവർക്ക് സഹകരിച്ചു പോകാൻ കൊള്ളാത്തവരാണെന്ന്. ആഹാ, അവരങ്ങനെ പറഞ്ഞോ? എല്ലാത്തിനും കാരണം ആ മരിച്ചു പോയവളും അവളുടെ മോളുവാ. ആ ജയശ്രീ മരിച്ചതിന്റെ കൂടെ ആ ദുർഗയും കൂടെ അങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ നമുക്ക് ഈ നാണക്കേടൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നതിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഏതായാലും കല്യാണം കഴിഞ്ഞ് നീ അവിടെ കേറിയില്ലേ? ഇനി കാര്യങ്ങള് നിന്റെ കയ്യിലാക്കി എടുക്കേണ്ടത് നിന്റെ മിടുക്ക. അത് അത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും. അതിനാദ്യം നീ നിന്റെ ഭർത്താവിനെ കൈവെള്ളയിലാക്കണം. നീ പറയുന്നതിനപ്പുറം അവനൊന്നും ചെയ്യില്ലാന്ന അവസ്ഥയിലേക്ക് അവനെ മാറ്റണം. പക്ഷേ പൃഥ്വി അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒന്നുമല്ല. അതൊക്കെ നിന്റെ തോന്നലാ. നിന്റെ അച്ഛനെ ഞാൻ മാറ്റിയെടുത്തത് നീ കണ്ടിട്ടുള്ളതല്ലേ? അതുപോലെ നിനക്കും പറ്റും. പൃഥ്വിയുടെ അമ്മ എങ്ങനെയുണ്ട്? അമ്മായിമ്മ പോര് വല്ലതും എടുക്കാൻ സാധ്യതയുണ്ടോ? അവർക്ക് ഈ കല്യാണത്തിനോടും എന്നോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാ മുഖത്തുനിന്ന് തന്നെ അറിയാം. അതൊന്നും നീ കാര്യമാക്കണ്ട. തൽക്കാലം ആരെയും പിണക്കണ്ട. എല്ലാവരെയും നൈസായിട്ട് കൈകാര്യം ചെയ്യണം. പൂർണിമയ്ക്കും ചന്ദ്രമതിക്കും ഒക്കെ നീ അവരുടെ സൈഡാണെന്ന് തോന്നണം. പൂർണിമ ചേച്ചി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നോട് വലിയ സ്നേഹമായിട്ടാ പെരുമാറുന്നേ. അത് മതി. പൂർണിമയെ കൊണ്ട് മാത്രമല്ല, നിന്നെ താല്പര്യമില്ലാത്ത നിന്റെ അമ്മായിമ്മയെ കൊണ്ട് പോലും നീയാണ് അവർക്ക് യോജിച്ച മരുമകളെന്ന് പറയിക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ അമ്മയുടെ മോളല്ലേ. അപ്പോ ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. മിടുക്കി. ഇന്ദ്രപ്രസ്ഥത്തിലെ സർവാധികാരിയായി അമ്മയ്ക്ക് നിന്നെ കാണണം. നവദുർഗേ